മേഘാലയയിൽ നടന്ന രാജ രഘുവംശി കൊലപാതകത്തിൽ പ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തി പോലീസ്. 3 ശ്രമങ്ങൾ പരാജയപ്പെട്ട ശേഷം 4ാമത്തെ ശ്രമത്തിലാണ് രാജ രഘുവംശിയെ ഭാര്യ സോനവും കൂട്ടാളികളും ചേർന്ന് കൊലപ്പെടുത്തിയത്. വിവാഹത്തിന് 11 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാജയെ കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ കാമുകൻ രാജ് കുശ്വാഹയ്ക്കൊപ്പം ചേർന്ന് രാജ രഘുവംശിയുടെ ഭാര്യയായ സോനം ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് പോലീസ് പറയുന്നു. രാജ കുശ്വാഹയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് കേസിലെ പ്രതികൾ. സോനവും രാജയും വിവാഹിതരാകുന്നതിന് 11 ദിവസങ്ങൾക്ക് മുൻപ് ഇൻഡോറിൽ വെച്ചാണ് കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയത്. സോനവും രാജയും ഗുവാഹത്തിയിൽ എത്തുന്നതിന് വളരെ മുൻപ് തന്നെ രാജ കുശ്വാഹയും സംഘവും അവിടെ എത്തിയിരുന്നു. രാജയെ ഗുവാഹത്തിയിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. എന്നാൽ ഇതിന് സാധിച്ചില്ല. തുടർന്ന് ന്യോങ്രിയാറ്റിലും മാവലാഖ്യാറ്റിനും വീസാവോങ്ങിനും ഇടയിൽ 2 തവണ കൂടി സംഘം രാജയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. തുടർന്നാണ് ഈസ്റ്റ് ഖാസി ഹിൽസിലെ വെള്ളച്ചാട്ടത്തിനടുത്ത് വെച്ച് 4ാമത്തെ ശ്രമത്തിൽ രാജയെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് മൃതദേഹം മലയിടുക്കിൽ തള്ളി. മെയ് 23-ന് സോനവും രാജയും മേഘാലയയിലെ ഒരു വെള്ളച്ചാട്ടം കാണാൻ ട്രക്ക് ചെയ്ത് പോകുന്നതിനിടെ വാടക കൊലയാളികൾ ഇവരെ പിന്തുടർന്നു. ഒരു പ്രദേശത്തെത്തിയപ്പോൾ ക്ഷീണിതയാണെന്ന് കാണിച്ച് സോനം പതിയെ മല കയറാൻ തുടങ്ങി. ഭർത്താവിന് പിന്നാലെ വാടക കൊലയാളികളെ അയച്ച് അവർക്ക് പിന്നാലെയാണ് സോനം മല കയറിയത്. എന്നാൽ തങ്ങൾ ക്ഷീണിതരാണ് എന്ന് പറഞ്ഞ് വാടക കൊലയാളികൾ കൊലപാതകം നടത്താൻ ഒരു ഘട്ടത്തിൽ വിസമ്മതിച്ചു. തുടർന്ന് 4 ലക്ഷത്തിന് പകരം 20 ലക്ഷം നൽകാമെന്ന് പറഞ്ഞപ്പോഴാണ് കൊല നടത്തിയത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് രാജ രഘുവംശിയുടെ മൃതദേഹം മലയിടുക്കിലേക്ക് തള്ളിയിട്ടതും സോനമാണ് എന്ന് പോലീസ് പറയുന്നു. രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയ ശേഷം ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി കത്തിച്ച് അത് സോനത്തിന്റെ മൃതദേഹമെന്ന് വരുത്തി തീർക്കാനും പദ്ധതിയുണ്ടായിരുന്നു. താൻ മരിച്ചതായി ബന്ധുക്കളെ വിശ്വസിപ്പിച്ച ശേഷം കാമുകൻ രാജ കുശ്വാഹയുമൊത്ത് ജീവിക്കാനായിരുന്നു സോനത്തിന്റെ പദ്ധതി. എന്നാൽ ഈ ശ്രമവും വിജയിച്ചില്ല. ഇൻഡോറിൽ സോനത്തിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ ഷീറ്റ് ഫാക്ടറിയിൽ അക്കൗണ്ടന്റ് ആയിരുന്ന രാജ് സിംഗ് കുശ്വാഹയുമായുള്ള പ്രണയത്തെക്കുറിച്ച് സോനം അമ്മയോട് പറഞ്ഞിരുന്നു. രാജ രഘുവംശിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു. എന്നാൽ അമ്മ മകളുടെ പ്രണയത്തെ അംഗീകരിച്ചില്ല. രാജ രഘുവംശിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. ഒടുവിൽ സോനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി രാജയുമായി വിവാഹത്തിന് തയ്യാറായി. മെയ് 11-നാണ് സോനവും രാജയും വിവാഹിതരായത്. ഇൻഡോറിൽ വെച്ച് ഗംഭീര ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം രണ്ടുപേരും ഒരു മധുവിധു യാത്രയ്ക്ക് പദ്ധതിയിട്ടു. കശ്മീരിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എങ്കിലും പിന്നീട് യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റി. അങ്ങനെ മെയ് 20-ന് ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമാഖ്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു. തുടർന്ന് 21-ാം തീയതി വൈകിട്ട് 6-ഓടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തുന്നു. അവിടെ ബാലാജി ഗസ്റ്റ് ഹൗസിൽ അന്ന് രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു. 3 ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും ഗസ്റ്റ് ഹൗസ് മാനേജറെ അറിയിച്ച് ഇരുവരും നേരെ ചിറാപുഞ്ചിയിലേക്ക് തിരിച്ചു. പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രെക്കിങ്ങിന് പോയി. ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മോലഖിയാത്തിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഗൈഡ് കൂടെയുണ്ടായിരുന്നില്ല. പിന്നാലെ ഇരുവരെയും കാണാതായതായി വാർത്ത പരന്നു. കാണാതാവുന്നതിന് മുൻപ് സോനം ഭർത്താവ് രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു. പിന്നീട് രണ്ടുപേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതായി. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഖാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു. ഇത് സംശയത്തിനിടയാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് സോനത്തിനും രാജയ്ക്കുമായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ കണ്ടെത്തി. തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. സോനവും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീണ്ടത്. എന്നാൽ അതിനിടെ സോനത്തിനൊപ്പം 3 പുരുഷന്മാരെ കണ്ടുവെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴി പോലീസിന് സംശയമുണ്ടാക്കി. സോനത്തിനായുള്ള അന്വേഷണം മുന്നോട്ടു പോകവേ ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ പോലീസിൽ സോനം കീഴടങ്ങി. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സോനം കുറ്റം സമ്മതിച്ചിരുന്നില്ല.
കവർച്ചാ ശ്രമത്തിനിടെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടത് എന്നായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി. തുടർന്ന് യുവതിയെ ഷില്ലോങ്ങിൽ എത്തിച്ചുവെങ്കിലും ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്ന് ഷില്ലോങ് വരെയുള്ള 27 മണിക്കൂർ നീണ്ട യാത്രയ്ക്കിടെ ഒരക്ഷരം പോലും യുവതി മിണ്ടിയില്ല. പിന്നീട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലും കവർച്ചാ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പ്രതി ആവർത്തിച്ചത്. പക്ഷേ പോലീസ് സംഘം തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യൽ തുടർന്നതോടെ സോനത്തിന് പിടിച്ചു നിൽക്കാനായില്ല. തുടർന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തിയത്.